ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തുടങ്ങി കാണും. ഓക്കെ, എന്നാലും നിങ്ങൾ അറിയിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരമാവധി വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ വാല്യുവേഷൻ കേസും പിന്നെ നിങ്ങളുടെ സിലബസ് മാറി എന്നൊരു ന്യൂസിനെ പറ്റി വച്ചിട്ട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ വാല്യുവേഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ എല്ലാ പേർപ്പേഴ്സും, അതായത് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ പേർപ്പേഴ്സും അതാത് പരീക്ഷ നോക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വാല്യുവേഷൻ ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, വാല്യുവേഷൻ നീട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 16-ാം തീയതി, അതായത് വിഷുവിന് ശേഷം, വിഷു അവധിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് വാല്യുവേഷൻ തുടങ്ങുള്ളൂ. അതായത് 16-ാം തീയതിക്ക് ശേഷം 25-ാം തീയതി വരെ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട്. സോ സ്വാഭാവികമായിട്ടും റിസൾട്ട് വരാനും വൈകും. ഓക്കെ, ഏകദേശം ഒരു 2 ആഴ്ച, മെയ് 2-ാം വാരം അല്ലെങ്കിൽ 3-ാം വാരത്തിൽ മാത്രം നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാൽ മതി, റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി. സോ പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഉടനെ മക്കൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതിൽ മക്കളോട് ടെൻഷൻ അടിക്കേണ്ട. എന്ത് ന്യൂസ് നമ്മൾ എപ്പോൾ അറിഞ്ഞാലും, ഏത് സമയത്ത് അറിഞ്ഞാലും അപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ ഇനി SLC ഇപ്പോൾ ആയി ബന്ധപ്പെട്ട, അതായത് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വാല്യുവേഷൻ ശരിക്കും അത് റിസൾട്ട് അറിഞ്ഞ ശേഷം പറഞ്ഞാൽ മതി. പക്ഷെ അതിന് മുമ്പേ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിടും. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയാണ് അതിന് മുമ്പേ ഇടുന്നത്. കാരണം നേരത്തെ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങളുടെ കുറെ ജോലി ഭാരങ്ങളൊക്കെ കുറയും. അതിനു വേണ്ടിയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളത് ചെയ്യും. ഓക്കെ, സോ അതിന്റെ എന്താ പറയാ, വാല്യുവേഷന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 16-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് വാല്യുവേഷൻ തുടങ്ങുന്നത്. സോ സ്വാഭാവികമായിട്ടും എപ്പോഴാണോ തീരുന്നത് അതിനനുസരിച്ച് റിസൾട്ട് വരാനും വൈകും. ഓക്കെ, ടാബുലേഷൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വരാനും വൈകും. അടുത്തതാണ് നമ്മുടെ +1ന്റെ സിലബസ് ചേഞ്ച് ചെയ്തെന്ന് ചോദിച്ചാൽ കുറച്ച് കുട്ടികൾ മെസ്സേജ് അയച്ചായിരുന്നു. അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. +1ന്റെ സിലബസ് ചേഞ്ച് ചെയ്യാനുള്ള ഓർഡർ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഓർഡർ ഞാൻ ഈ ഒരു വീഡിയോയുടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും കേട്ടോ. ആ ഓർഡർ പ്രത്യേകം മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ SLC കുട്ടികൾ, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം സിലബസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സിലബസ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, സിലബസ് ചേഞ്ച് ചെയ്തു എന്നുള്ള ഓർഡർ ഉണ്ട്. പക്ഷെ അത് നടപ്പാക്കുന്നത് ശരിക്കും 2027-28 അധ്യയന വർഷത്തിലുള്ള കുട്ടികൾക്ക്, അതായത് നിങ്ങളുടെ ജൂനിയേഴ്സിന് തൊട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത വർഷം, അതായത് നിങ്ങൾ ഈ ജൂൺ തൊട്ട് പഠിക്കാൻ പോകുന്നതും കഴിഞ്ഞ വർഷം നിങ്ങളുടെ ചേട്ടന്മാര് പഠിച്ച അതേ സിലബസ് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. സോ അതിന് വ്യക്തമായിട്ടുള്ള ഓർഡർ ഈ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ നിങ്ങൾ പഠിക്കുന്നതും കഴിഞ്ഞ വർഷം അവർ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ സിലബസ് മാറി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. മാറ്റം വരുന്നു എന്നുള്ളതിന്റെ ഓർഡർ വന്നിട്ടുണ്ട്, NCERT പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ബാധകമല്ല. പുതിയ ഇത് വരുന്നത് 2027-28 അധ്യയന വർഷത്തൊട്ടായിരിക്കും. സോ ഇതുപോലുള്ള എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഉടനെ നമ്മുടെ ചാനലിൽ കൂടി വരും. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.